ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ. ഇന്ത്യക്ക് മുന്നിൽ അമേരിക്കയുടെ ആഹ്വാനം റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് 30 ദിവസത്തെ ഇളവ് അനുവദിച്ചിരിക്കുന്നു എന്ന് അമേരിക്കൻ സെക്രട്ടറി പ്രഖ്യാപിക്കുകയും ട്രംപ് അത് ഇന്ത്യക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമല്ലേ? അമേരിക്കയും ഒരു പരമാധികാര രാഷ്ട്രമല്ലേ? അമേരിക്കൻ ലോക പോലീസ് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന പല ഘട്ടങ്ങളും കഴിഞ്ഞുപോയെങ്കിലും ഇപ്പോൾ അത് അതിൻ്റെ അതിപ്രസരത്തിലെത്തി നിൽക്കുകയാണ്. എന്നാൽ ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലേ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഈ ഈ വിഷയത്തിൽ ഇതിനു മുന്നേ നെഹ്റുവിൻ കാലഘട്ടം മുതൽ തന്നെ ചേരിചേരാ നയവും മറ്റുള്ള സാഹചര്യങ്ങളും തുടർന്നു വന്നു പോന്നതും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ അസ്തിത്വം കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വിദേശ നയവും മറ്റുമുണ്ടായിരുന്നു. വി.പി. സിംഗ് ആയാലും മൻമോഹൻ സിംഗ് ആയാലും വാജ്പേയി ആയാലും ഗുജറാൾ ആയാലും ദേവഗൗഡ ആയാലും ഇതിനു മുന്നേ വന്ന ഗവൺമെൻറ്റുകളൊന്നും ഇങ്ങനെയൊരു അടിമത്തത്തിലേക്ക് പോയിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചതായി ആദ്യമായി പ്രഖ്യാപിച്ചത് അമേരിക്കയിൽ നിന്നും ട്രംപല്ലേ? അതിനുശേഷമല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് പ്രഖ്യാപിച്ചത്? ആ കാര്യം നമുക്ക് മുന്നിൽ ഇതിനു മുന്നേ തന്നെ നമ്മൾ വ്യക്തമായതാണ്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഉപരി മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്നും ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് 14 ലക്ഷം വീപ്പ ക്രൂഡ് ഓയിൽ വാങ്ങാൻ തീരുമാനിക്കുകയും ഇന്ത്യക്ക് മൊത്തം ഈ 30 ദിവസത്തിനുള്ളിൽ 95 ലക്ഷം ക്രൂഡ് ഓയിൽ വീപ്പ നൽകുവാൻ റഷ്യയും തയ്യാറായിരിക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അമേരിക്കയാണ് ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കുന്നതും അമേരിക്ക പറഞ്ഞതിനപ്പുറം ഇന്ത്യ ഒരടി മുന്നോട്ട് വയ്ക്കില്ല എന്ന് തന്നെയല്ലേ നാം മനസ്സിലാക്കേണ്ടത്? പ്രതിപക്ഷത്ത് രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ ഉയർന്ന ശബ്ദമുണ്ടാക്കുകയും ഈ വിഷയത്തിൽ വളരെ പ്രതിഷേധം ഉയർത്തുകയും ഇന്ത്യയിലെ പ്രതിപക്ഷ ശക്തികളും മറ്റുള്ളവരും എല്ലാം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ജനതയുടെ അഭിമാനം പണയം വെച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അമേരിക്ക ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കില്ലേ എന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ചോദിക്കുന്നത്. ഏതായാലും ഇതിനെ തുടർന്നുള്ള മറ്റ് സാഹചര്യങ്ങളും മറ്റും ഭാവിയിലുള്ള സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പുതിയ വീഡിയോകൾ ഇനിയും ഞാൻ അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് മുന്നിൽ. ഏതായാലും ഇന്നത്തേക്ക് വിട. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.